ദാമ്പത്യം. മാരാരുടെ നഖം അവളുടെ കാൽപാദത്തിൽ ഇക്കിളിപ്പെടുത്തിയതും ഭദ്ര കാല് പിന്നിലേക്ക് വലിച്ചു. എന്നാൽ അവന്റെ പിടുത്തം ഇത്തിരി കൂടി മുറുകി. ദേവേട്ട, കഷ്ടമുണ്ട് കേട്ടോ. മാരാർ നോക്കിയതും അവളുടെ മിഴികളിൽ നേരിയ പരിഭവം. ഗൗരവമാണ് തന്റെ സ്ഥായി ഭാവം. എങ്കിലും എവിടെയോ ഒരു കുറുമ്പിന്റെ ലാഞ്ചന പോലെ. ഭദ്രയുടെ നോട്ടം കണ്ടതും മാരാർ അവളെ നോക്കി. അവന്റെ ഒരു പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു കാണിച്ചു. ഇങ്ങനെയൊക്കെ പെരുമാറാൻ ആൾക്കറിയോ ദൈവമേ? ഭദ്ര അതിശയിച്ചു പോയിരുന്നു. മാരാർ അവളുടെ കാലിൽ തിരുമുന്നത് നോക്കിക്കൊണ്ട് ഭദ്ര ഒരേ ഇരിപ്പിരുന്നു. എന്നാലും ദേവേട്ടനും തന്നെപ്പോലെ അനാഥനാണെന്ന് പറഞ്ഞതോർക്കുമ്പോൾ മനസ്സിലാകെ ഒരു വിങ്ങലായിരുന്നു. കുറേയേറെ രഹസ്യങ്ങൾ ദേവേട്ടനെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നുള്ളത് ഭദ്രയ്ക്ക് മനസ്സിലായി. എല്ലാം സമയമാവുമ്പോൾ ദേവേട്ടൻ തന്നെ പറയട്ടെ. ഇത്തിരി നേരം കൂടി ഇരുന്നിട്ട് പോയി കുളിച്ചാൽ മതി കേട്ടോ ഭദ്ര. മാരാർ ശബ്ദമുയർത്തി. അവൾ പെട്ടെന്ന് തലകുലുക്കി. മാരാർ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇന്നെന്തായാലും രണ്ടാൾക്കും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, അതുറപ്പാ. ബീന ചിരിയോടെ ഭദ്രയുടെ അരികിലേക്ക് വന്നു പറഞ്ഞു. അതെന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഭദ്ര ബീനയോട് തിരിച്ചു ചോദിച്ചു. ദേവൻ കുഞ്ഞിന് ഇത്തിരി ദേഷ്യമൊക്കെ കുറഞ്ഞ പോലെ തോന്നി. അല്ലേലും എന്ത് സ്നേഹമാണ് മോളോട്. ഞാൻ കുഴമ്പ് ചൂടാക്കാൻ വെച്ചപ്പോഴേക്കും ദേവൻ കുഞ്ഞ് വന്നിട്ട് അതെന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ചൂട് കൂടുതലായെങ്കിൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. ആള് തന്നെയാണത് ചെയ്തത്. ബീന കുഞ്ഞമ്മൂന്റെ മടക്കിയ തുണികളൊക്കെ അലമാരയുടെ അടുത്തേക്ക് കയറ്റി വെച്ചു. ദേവേട്ടനെക്കുറിച്ച് വാതോരാതോരോന്ന് പറയുന്നുണ്ട് താൻ. എല്ലാം കേട്ടുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ ഭദ്രയിരുന്നു. സരസ്വതിയമ്മയാണെങ്കിൽ അശ്വിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയിരുന്നു. മോളെ, ഇത്തിരി ജോലി കൂടിയുണ്ട്, ചേച്ചി അങ്ങോട്ടേക്ക് ചെല്ലട്ടെ കേട്ടോ. ബീനിയും അവരുടെ പിന്നാലെ ഇറങ്ങി. കുഞ്ഞമ്മു സുഖ ഉറക്കത്തിലായതുകൊണ്ട് ഭദ്ര കുളിക്കുവാൻ വേണ്ടി മെല്ലെ എണീറ്റു. വേദന നന്നായിട്ടുണ്ട്. എന്നാലും മാരാർ തിരുമിയതുകൊണ്ട് അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നിയിരുന്നു. ബീന ചേച്ചിയാണെങ്കിൽ ഭദ്രയുടെ ഡ്രസ്സൊക്കെ എടുത്ത് മേശമേൽ വെച്ചിരുന്നു. അവൾ അതെടുത്തുകൊണ്ട് വാഷ്റൂമിന്റെ വാതിൽക്കലേക്ക് പോയി. ഭദ്ര. അവൾ ഡോർ തുറക്കും മുന്നേ മാരാർ കയറി വന്നു. എന്താ ദേവേട്ട? ബീന ചേച്ചി എവിടെ? ചേച്ചി അമ്മയുടെ അടുത്തേക്ക് പോയതാ. അടുക്കളയിൽ ഇത്തിരി കൂടി ജോലിയുണ്ടെന്ന് പറഞ്ഞു. ഒന്നു മൂളിയ ശേഷം മാരാർ കുഞ്ഞമ്മൂന്റെ അരികിലായി വന്നിരുന്നു. താൻ പോയി കുളിച്ചോളൂ, ഞാൻ കുഞ്ഞിന്റെ അടുത്തിരുന്നോളാം. മാരാർ പറഞ്ഞതും ഭദ്ര കുളിക്കുവാനായി വാഷ്റൂമിലേക്ക് പോയി. ഈ സമയത്ത് സരസ്വതിയമ്മയാണെങ്കിൽ അശ്വിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മികയാണ് അശ്വിന്റെ കോൾ അറ്റൻഡ് ചെയ്തത്. അശ്വിനും അച്ഛനുമായിട്ട് സംസാരിക്കുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. മികയുടെ അമ്മയും ചേച്ചിയും ഒക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന് അവൾ മറുപടി കൊടുത്തു. അശ്വിന്റെ കയ്യിൽ ഫോൺ കൊടുക്കണമെന്ന് മിക ചോദിച്ചു. വേണ്ട മോളെ, കൊടുക്കണ്ട, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അമ്മേ. അവൾ കോൾ കട്ട് ചെയ്തു. മികയുടെ അച്ഛൻ രാജശേഖരനാണെങ്കിൽ വളരെ നല്ലൊരു മനുഷ്യനാണ്. അയാൾക്കങ്ങനെ വലിയ അകംഭാവമൊന്നുമില്ല. എന്നാൽ അമ്മയാണ് പ്രശ്നക്കാരി. അതേ സ്വഭാവം തന്നെയാണ് ഏറെക്കുറെ മികയ്ക്കും. മികയുടെ ചേച്ചി ലയ അച്ഛനെ പോലെയാണ്. അശ്വിനോട് വളരെ സോഫ്റ്റായിട്ടാണ് ലയ പെരുമാറുന്നത്. എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോകാമെന്നും ഡിന്നർ നഗരത്തിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നേരത്തെ തന്നെ രാജശേഖരൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അശ്വിൻ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. ഒന്ന് ഫ്രഷായിട്ട് വരാമെന്നും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് മികയുടെ റൂമിലേക്ക് പോയി. മോനെ ഞാൻ തട്ടിയെടുത്തല്ലോ എന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അമ്മ തുടരെ വിളിക്കുന്നുണ്ട്. ചുണ്ടിലൊരു കടും കളർ ചായം പൂശുകയാണ് മിക. കണ്ണാടിയിൽ മുൻപിൽ നിന്നപ്പോൾ അശ്വിൻ കയറി വരുന്നത് കണ്ടിരുന്നു. തിരിഞ്ഞു നോക്കാതെ കൊണ്ടാണ് അവൾ പുച്ഛഭാവത്തിൽ അത് പറഞ്ഞത്. അശ്വിൻ അവളോട് മറുപടിയൊന്നും പറയാതെ അവന്റെ ഫോൺ എടുത്ത് നോക്കി. അമ്മയുടെ കോൾ കണ്ടതും അശ്വിൻ അപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു. 2-3 തവണ റിങ് ചെയ്ത ശേഷമാണ് സരസ്വതിയമ്മ കോൾ എടുത്തത്. ഹലോ. ആ, അമ്മ വിളിച്ചിരുന്നല്ലേ? ഞാൻ സിറ്റ് ഔട്ടിലായിരുന്നു. അമ്മ വെറുതെ വിളിച്ചതാ മോനെ. മികയോടമ്മ സംസാരിച്ചിരുന്നു. ദേവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോ? വന്നു മോനെ. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. റെസ്റ്റ് എടുത്താൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അവൻ ഇത്തിരി നേരം കൂടി സരസ്വതിയമ്മയോട് സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. മിക അപ്പോഴേക്കും ഒരു സ്ലീവ്ലെസ് ടോപ്പിട്ട് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട്. മുട്ടിന് മുകളിൽ വരെ മാത്രം ഇറക്കമുള്ള ടോപ്പാണത്. അത് കണ്ടതും അശ്വിനങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും മാച്ചല്ല, വേറെ ഏതെങ്കിലും നോക്ക്. അശ്വിൻ പറഞ്ഞതും മികയുടെ മിഴികൾ കോർത്തു. ഇതിനെന്താ കുഴപ്പം? മമ്മി വാങ്ങി വെച്ചതാ. ഇതിട്ടില്ലെങ്കിൽ മമ്മിക്ക് സങ്കടാകും. അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നിന്റെ മമ്മിയോട് ഇട്ടോളാൻ പറയും. ഇങ്ങനത്തെ കോലം കെട്ടിക്കൊണ്ട് എന്റെ കൂടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ അശ്വിന്റെ കൂടെ അല്ലല്ലോ വരുന്നത്. എന്റെ ഡാഡി അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്ടിയാണിത്. ഞാൻ ഡാഡിയോടും മമ്മിയോടും കൂടെ പൊയ്ക്കോളാം. അപ്പോൾ പിന്നെ അശ്വിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. മിക്ക അശ്വിനെ നോക്കി പറഞ്ഞു. അശ്വിൻ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അവളുടെ അരികിലേക്ക് വന്നിട്ട് ആ ടോപ്പ് മേൽപോട്ട് ഉയർത്തി. എന്നിട്ടത് വലിച്ചൂരി അവിടെ കിടന്നിരുന്ന ബെഡിലേക്ക് എറിഞ്ഞു. അശ്വിൻ നലറിക്കൊണ്ട് മിക്ക ഒരു ടവലെടുത്ത് പുതപ്പിച്ചു. ഡോ, തന്റെ സ്മാർട്ട്നെസ് ഒക്കെ സ്വന്തം വീട്ടിൽ മതി. ഇവിടെ ഇറക്കിയാലുണ്ടല്ലോ മീക്ക ആരാണെന്ന് താൻ അറിയും. അവൾ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. നീ ആരായാലും എനിക്കെന്തടി കോപ്പേ? ഇത് കെട്ടിത്തന്നത് ഞാനാണെങ്കിൽ നിന്നെ മര്യാദയ്ക്ക് എന്റെ കൂടെ നടത്താനും എനിക്കറിയാം കേട്ടോടി. യു മിക അശ്വിന്റെ നേർക്ക് വിരൽ ചൂണ്ടിയതും അവൻ അവളുടെ വിരലിൽ പിടുത്തുവിട്ടു. എന്നിട്ട് ആ വിരൽ ചെറുതായി ഒന്ന് തിരിച്ചുവിട്ടു. വേദന കൊണ്ട് മികയുടെ കണ്ണു നിറഞ്ഞു. അശ്വിൻ, മര്യാദയ്ക്ക് വിടുന്നുണ്ടോ? അവൾ അവന്റെ പിടുത്തം വിടുവിക്കുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും മിക പുതച്ചു പിടിച്ചിരുന്ന ടവൽ താഴേക്ക് പോയി. അവളതെടുക്കാൻ കുനിയും മുൻപ് അശ്വിൻ അവളെ എടുത്ത് ബെഡിലേക്ക് ഇട്ടിരുന്നു. ചെ, എന്ത് വൃത്തികേട് താനീ കാണിക്കുന്നത്? അവളാണെങ്കിൽ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എടി, വെറുതെ എന്റെ കയ്യിലേക്ക് ആരും കൊണ്ടുവന്ന് തന്നതല്ല IPS എന്ന പദവി. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പോരാട്ടം നടത്തി വിജയിച്ചു വന്നവനാണ് ഈ അശ്വിൻ മഹേന്ദ്ര. എന്റെ കഠിനാധ്വാനത്തിന്റെ അവസാനമാണ് ഈ പേരിനൊപ്പം IPS എന്ന പദവി കൂടി ചേർത്ത് വെച്ചത്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നീയെന്ന് പറയുന്ന രണ്ടക്ഷരം എനിക്ക് വെറും തൃണം മാത്രമാണ്. എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും മുന്നേ വരെ നിനക്ക് വേണ്ടെങ്കിൽ ഈ ബന്ധം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നീ പൊയ്ക്കോളൂന്ന് പറയാനായിരുന്നു ഞാൻ തീരുമാനിച്ചതെങ്കിൽ ഈ നിമിഷം എന്റെ തീരുമാനം ഞാൻ മാറ്റുന്നു. മിക രാജശേഖരൻ എന്ന നീ മിക അശ്വിൻ മഹേന്ദ്ര എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിന്നെ മര്യാദ പഠിപ്പിക്കാനും എനിക്കറിയാം. നിന്റെ തള്ളയെന്നല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ മറികടന്നുകൊണ്ട് നിന്നെ ഞാൻ റെഡിയാക്കിയെടുക്കും. സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ് ഞാൻ. ഓരോ ദിവസവും നിരവധി ആളുകളുമായിട്ട് ഞാൻ സമ്പർക്കത്തിൽ ഏർപ്പെടാറുണ്ട്. അതെന്റെ ജോലിയുടെ ഭാഗമാണ്. എന്റെ ഭാര്യയ്ക്ക് മാന്യമായ വസ്ത്രധാരണമായിരിക്കണം വേണ്ടത്. അല്ലാണ്ട് ഭർത്താവ് കാണേണ്ടത് മുഴുവൻ നാട്ടുകാരെ കാണിച്ച് റീൽസും ഷോർട്സും ഉണ്ടാക്കാനൊന്നും പറ്റില്ലടി. എന്നിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ പടരുമ്പോൾ ചർച്ചയ്ക്ക് പോകാനും എനിക്ക് നേരമില്ല. പിന്നെ നിന്റെ അമ്മയ്ക്കിത് നന്നായിട്ടിണങ്ങും. അവർക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക്. എന്നിട്ട് എങ്ങനെയെങ്കിലും കോല കെട്ടി അവർ വന്നോളൂ. നീ ഏതെങ്കിലും സൽവാർ എടുത്തിട്ടോണം. ഞാൻ കുളിച്ചു വരുമ്പോൾ റെഡിയായി നിൽക്കുക, കേട്ടല്ലോ? അശ്വിന്റെ ദേഷ്യം കണ്ടതും മിക വിറച്ചു പോയിരുന്നു. ഡീ, പറഞ്ഞത് കേട്ടോ നീ? അവൻ വീണ്ടും ചോദിച്ചു. മിക തലകുലുക്കി. അശ്വിൻ എണീറ്റ് അവളുടെ അരികിൽ നിന്നും വാഷ്റൂമിലേക്ക് പോയി. അശ്വിൻ ചുരുട്ടിയെറിഞ്ഞ ടവലും പുതച്ചുകൊണ്ട് മിക ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ദേഷ്യവും സങ്കടവും കൂട്ടിക്കലർന്നൊരു ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. തുടക്കത്തിലെ ശരിയാക്കണം. പണ്ട് കാരണവന്മാർ പറയും പോലെ കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ, അശ്വിൻ ഓർത്തു. ഭദ്ര കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ മാരാർ കുഞ്ഞമ്മൂന്റെ അരികിലുണ്ട്. എണീറ്റോ? അവൾ പതിയെ ഒന്ന് എത്തി നോക്കി. ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാരാർ കട്ടിലിൽ നിന്ന് എണീറ്റു. എങ്ങനെയുണ്ട്? കുറവുണ്ട് ദേവേട്ട. അവൾ കസേരയിലേക്ക് മെല്ലിയിരുന്നു. മാരാരുടെ മിഴികൾ ആ മുറിയിൽ ആകമാനം എന്തോ തിരിഞ്ഞു. ഒടുവിൽ അവൻ എണീറ്റ് ചെന്നിട്ട് എന്തോ ഒന്ന് കയ്യിലെടുത്തു. ഭദ്ര നോക്കിയതും മാരാർ സിന്ദൂരച്ചപ്പെടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു നിന്നു. ഒരു നുള്ളു സിന്ദൂരം തന്റെ വിരൽത്തുമ്പ് കൊണ്ട് എടുത്തിട്ട് അവൻ അവളുടെ നെറുകയിലമർത്തി. മാരാർ അവളുടെ നെറുകയിൽ അണിഞ്ഞുകൊടുത്ത സിന്ദൂരം ഭദ്രയ്ക്കാണെങ്കിൽ എന്തെന്നറിയാതെ മിഴികൾ ഈർന്നണിഞ്ഞു. അവളിൽ നിന്നും അടരുവാൻ വെമ്പി നിന്ന കണ്ണുനീർ തുള്ളിയെ
അതിനനുവദിക്കാതെ കൊണ്ട് മാരാർ തന്റെ വിരൽത്തുമ്പിലേക്ക് ചേർത്ത് വെച്ചു. പെട്ടെന്ന് ഭദ്ര അവന്റെ കയ്യിലേക്ക് തന്റെ കവിൾ ചേർത്ത് വെച്ചു. ഭദ്ര, കരയരുത്. കരഞ്ഞാൽ നീ എന്റെ തനി സ്വഭാവം അറിയും. സ്നേഹലോലുപനായ അവളുടെ മാരാർ പെട്ടെന്ന് കടുവയുടെ സ്വഭാവം കാണിച്ചതും ഭദ്ര ഞെട്ടിപ്പോയി. ഈ നെറുകെ ഇങ്ങനെ നിറഞ്ഞ ചുവന്ന് തുടുത്തു നിൽക്കണം. അല്ലാണ്ട് വിളറി വെളുത്ത് കിടക്കുന്നത് കാണാൻ ഒരു ഭംഗിയുമില്ലടോ. ഈ മനുഷ്യൻ എത്ര പെട്ടെന്നാണ് സ്വഭാവം മാറുന്നത്. അന്യനെ പോലും ഇത്ര പെട്ടെന്ന് റെമോ ആയാൻ സാധിക്കില്ലെന്ന് അവൾ ഓർത്തു. ഭദ്ര അന്തിച്ചിരുന്നു പോയി. നീ ഒന്ന് എണീറ്റേ, എന്നിട്ട് ഇത്തിരി നടന്നു നോക്കിക്കേ, വേദനയ്ക്ക് കുറവുണ്ടോന്ന്. മാരാർ വലങ്കൈ നീട്ടിയതും ഭദ്ര സാവധാനം എണീറ്റു. ഭദ്രയെ മെല്ലെ നടത്തി നോക്കുകയാണ് മാരാർ. അവൾക്ക് അവന്റെ സ്പർശനത്താൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്തിനു വേറൊരു സൂര്യോദയം. പേരിച്ചേച്ചി പാടുന്ന കേട്ടുകൊണ്ട് മാരാരും ഭദ്രയും വാതിൽക്കലേക്ക് നോക്കി. മോനെ, എനിക്കിത് കണ്ടപ്പോ മഴയത്ത് മുൻപേ സിനിമയിലെ മമ്മൂട്ടിയെ ശോഭനയെ ഓർമ്മ വന്നു പോയി. അതുകൊണ്ട് പാടിപ്പോയതാ. ചിരിയോട് ബീന പറഞ്ഞതും ഭദ്ര ഒരു വിളറിയ ചിരി ചിരിച്ചു. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. തന്നെയല്ല, ഈ ദേവൻകുഞ്ഞിനെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് സിനിമാ നടൻ മമ്മൂട്ടിയെ ഓർമ്മ വരും. മോളാണെങ്കിൽ തനി ശോഭനയും. ബീന പറഞ്ഞതും ഭദ്ര വീണ്ടും ചിരിച്ചു. എന്നാൽ മാരാർ മമ്മൂട്ടിയേക്കാൾ തികഞ്ഞ ഗൗരവത്തിലായിരുന്നു. എന്റെ പൊന്നു ദേവ, ഈ മസിലൊക്കെ ഒന്ന് അയക്കുമോനെ. സരസ്വതിയാണ് അടുത്ത കൗണ്ടർ അടിച്ചത്. അമ്മ എങ്ങോട്ടാ? ഹോസ്പിറ്റലിലേക്കാണോ? അതേ മോനെ, ഇപ്പൊ ഒരു കേസ് വന്നു. എന്റെ വണ്ടിക്ക് എന്തോ സ്റ്റാർട്ടിംഗ് ട്രബിളും. നീ ഒന്ന് നോക്കിക്കേ. വീണ ചേച്ചി, എന്റെ വണ്ടിയുടെ കീ എടുത്ത് അമ്മയ്ക്ക് കൊടുക്ക്. മാരാർ പറഞ്ഞതും വീണ മാരാരുടെ കാറിന്റെ കീ എടുക്കുവാനായി പോയി. മോനെ, അത് വേണ്ടെന്നേ, നീ ഒന്ന് വന്ന് നോക്കിയാൽ മതിടാ. തൽക്കാലം അമ്മ എന്റെ വണ്ടിയിൽ പൊയ്ക്കോളൂ. എന്തിനാ ലേറ്റ് ആകുന്നത്? അവൻ പറഞ്ഞതും സരസ്വതി വീണയോട് കാറിന്റെ താക്കോലും മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേവേട്ട, കുറവുണ്ട് കേട്ടോ. ഇനി ഇത്തിരി നേരം ഇരുന്നോട്ടെ. ഭദ്ര ചോദിച്ചതും അവനൊന്ന് അമർത്തി മോളി. എന്നിട്ട് ഭദ്രയെ കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി. കുഞ്ഞമ്മുനെ നോക്കിയപ്പോ ഉറക്കത്തിൽ ആള് കിടന്ന് ചിരിക്കുന്നു. ആരത് കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു. അത്രമേൽ അതിമനോഹരമായിട്ട് മാരാർ ഇതിനുമേൽ ഒരിക്കലും ചിരിച്ചു കണ്ടിട്ടില്ലായിരുന്നു. ഭദ്ര വിടർന്ന മിഴികളോടെ അവനെ നോക്കി. എന്താടി? ദേവേട്ടൻ ചിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാ, അവൾ പറഞ്ഞു. എന്താ? അല്ല, ഇപ്പൊ ദേവേട്ടൻ ചിരിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് പറഞ്ഞതാ. ഓ, അത്രയ്ക്ക് ഭംഗിയുണ്ടോ? പിന്നെ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടായി. ആയിക്കോട്ടെ, ഞാൻ വരവ് വെച്ചിരിക്കുന്നു. അവൻ തലോ കുലുക്കി. അല്ല ദേവേട്ട, സത്യമായിട്ടും ചിരിക്കുമ്പോ ദേവേട്ടനെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. അവൾ തന്റെ മനസ്സിൽ ഒന്നും ഒളിപ്പിക്കാതെ കൊണ്ടാണ് മാരാരോട് അത് പറഞ്ഞത്. മാരാർ തല കുലുക്കിക്കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അവളുടെ അടുത്ത് ജാടയൊക്കെ ഇട്ട് നിന്നെങ്കിലും തന്റെ റൂമിൽ വന്ന ശേഷം ഡോറടിച്ച് ലോക്ക് ചെയ്തിട്ട് കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിന്നു. താടിയൊക്കെ ഒന്നൊഴിഞ്ഞുകൊണ്ട് അവൻ കണ്ണാടിയിലെ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. ഭദ്രലക്ഷ്മി പറയും പോലെ തന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? അവൻ അടിമുടിയൊന്ന് നോക്കി. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ദേവൻ മഴയത്ത് മുമ്പേ മൂവിയിലെ മമ്മൂട്ടിയാണ് കേട്ടോ. വീണ ചേച്ചിയുടെ ചിരിയും അവന്റെ കാതിൽ മുഴുങ്ങി. ഇവറ്റോളെല്ലാം കൂടി കണ്ണുവെച്ച് എന്നെ വീഴിക്കുമോ ദൈവമേ? അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. കൊള്ളാം. ചിരിക്കുമ്പോ തനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടുന്നുണ്ട്. മാരാർ അടിമുടി ഒരു വിശകലനമൊക്കെ നടത്തിക്കൊണ്ട് കണ്ണാടിയുടെ മുൻപിൽ ഇത്തിരി നേരം കൂടി നിന്നു. അവിടെ ഇരുന്നൊരു ചീർപ്പെടുത്ത് മുടിയുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. ഈ സ്റ്റൈൽ കൊള്ളാം. സാധാരണ ലെഫ്റ്റ് സൈഡിലേക്ക് മുടി ഒതുക്കി വെക്കുന്ന മാരാർ ഇന്നിപ്പോ റൈറ്റിലേക്കൊന്ന് പിടിച്ചു. ചേ, എന്തൊരു വിവരക്കേടാണ് താൻ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ. ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയോ താന്? പൊടുന്നനെ അവനിലെ കടുവ പുറത്തേക്ക് ചാടി വന്നു. മാരാർ ഷെൽഫിൽ നിന്നും ഒരു ബുക്കെടുത്ത് കസേരയിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് താൻ വാദിക്കുന്ന കേസിനെ പറ്റി എന്തോ വിവരം ചോദിക്കുവാനായി ജഡ്ജി അവനെ വിളിക്കുന്നത്. തുടരും.
വലിയ പാർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് സത്യമായിട്ടും ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഓരോരുത്തരോടും നന്ദിയും സ്നേഹവും മാത്രം. സ്വന്തം മിത്രവിന്ദ.